യുവാക്കൾക്കും പുതുതലമുറയ്ക്കും ഉപകരിക്കത്തക്ക വിധം കഥകളിയെ സംഘടിപ്പിക്കേണ്ടതുണ്ടെന്ന് സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ ദിവ്യ എസ് അയ്യർ. ജീവിതത്തിന്റെ അശാന്ത കാലത്ത് ശാന്തത പകരുന്ന കലയാണ് കഥകളിയെന്നും അവർ അഭിപ്രായപ്പെട്ടു. മൈനാഗപ്പള്ളി മണ്ണൂർക്കാവിൽ കഥകളി ഫെസ്റ്റിന്റെ സമാപനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ദിവ്യ എസ് അയ്യർ. ജീവിതത്തിന്റെ അശാന്തമായ അതിവേഗ ഓട്ടത്തിനിടയിൽ മനസ്സിൽ സമാധാനത്തിന്റെയും ശാന്തതയുടെയും തിരികൊളുത്തലാണ് കഥകളി ആസ്വാദനമെന്ന് സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ ദിവ്യ എസ് അയ്യർ അഭിപ്രായപ്പെട്ടു. മണ്ണൂർക്കാവ് കഥകളി ഫെസ്റ്റിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. ആത്മീയതയെയും കലയെയും ചേർത്ത് നിർത്തി മാനവികതയ്ക്ക് പുതിയ മാനം നൽകുകയാണ് മണ്ണൂർക്കാവ് കഥകളി ഫെസ്റ്റിവൽ. ലോകോത്തര കലയായ കഥകളിയെ യുവാക്കൾക്കും പുതുതലമുറയ്ക്കും ഉപകരിക്കത്തക്ക വിധം സംഘടിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്നും അവർ കൂട്ടിച്ചേർത്തു. അതിന്റെ ഗുണഭോക്താവായി വരുന്ന അനേകം ലക്ഷങ്ങൾ തുകയല്ല ജനങ്ങൾ, അനേകം ജനലക്ഷങ്ങളുടെ മനസ്സിലും ജീവിതത്തിലും കൊണ്ടുവരുന്ന മാറ്റമാണ് ഞാൻ കാണേണ്ടത് എന്നുള്ള ഒരു ആഴമുണ്ട് നമ്മൾ ചെയ്യുന്ന. ആ ഒരു ആഴം എനിക്ക് എൻ്റെ ചിത്രകൾക്ക് നൽകുവാനാണ് ഞാൻ കഥകളിയുടെ ചിത്രങ്ങൾ വെച്ചിരിക്കുന്നത്. കാരണം നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തി അത്രയധികം തലങ്ങളുണ്ട്. ആ തലങ്ങളൊക്കെ വിസ്മരിച്ചുകൊണ്ട് എല്ലാം ഒരൊറ്റ വരയായി നമ്മളിങ്ങനെ നീട്ടി വരയ്ക്കുവാനായി ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ. എല്ലാം വളരെ എളുപ്പത്തിലൊക്കെ ചെയ്തു തീർക്കുക എന്നുള്ളത് അതൊരു ജീവിത വഴിയാണ് എന്നുള്ളത് തിരിച്ചറിയുവാൻ തീർച്ചയായിട്ടും നമ്മുടെ യുവതലമുറയിലൂടെ കഥകളി ഇനിയും വാഴണം, വിളങ്ങണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് ഇത്രയധികം യുവാക്കളെ ഈ ഒരു കൂട്ടായ്മ കാണുന്നത് പ്രത്യേക സന്തോഷമുണ്ട്. ഉദ്ഘാടനത്തിനെത്തിയ ദിവ്യ എസ് അയ്യർ കഥകളി പദവും ആലപിച്ചു. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് രവി മൈനാഗപ്പള്ളി അധ്യക്ഷത വഹിച്ചു. മണ്ണൂർക്കാവ് വനദുർഗ പുരസ്കാരം കഥകളി ആചാര്യൻ സദനം കൃഷ്ണൻകുട്ടിക്ക് സമർപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ മുഖ്യപ്രസംഗം നടത്തി. എല്ലാ വർഷവും ആശ്രാമ മൈതാനിയിൽ ഓണം മേള സംഘടിപ്പിക്കുന്നുണ്ട്. ആ ഓണം മേളയിലും കഥകളി ഒരു വിഭവമാണ്. ഇപ്പൊ തന്നെ 28-ാം തീയതി ആരംഭിക്കുന്ന ഓണം മേളയിൽ 1-ാം തീയതി അവിടെ കഥകളി വെച്ചിട്ടുണ്ട്. പ്രശാന്തും അനിൽകുമാറുമാണ് വേഷമിടുന്നത്. ഇവിടെ നമ്മൾ അവതരിപ്പിക്കുന്നത് പോലെ ഒരു സമ്പൂർണ്ണ കഥ അവതരിപ്പിക്കാൻ പ്രായോഗികമല്ല. ഒരു 1-1.25 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഏതെങ്കിലും പ്രധാനപ്പെട്ട കഥകളിലെ ഒരു പ്രധാന സന്ദർഭത്തെയാണ് നമ്മൾ ആവിഷ്കരിക്കുന്നത്. ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി സുരേഷ് രാമവിള, അൻസർ ഷാഫി, ഉല്ലാസ് കോവൂർ, കലാമണ്ഡലം പ്രശാന്ത്, അജി ശ്രീകുട്ടൻ, ടി സുരേന്ദ്രൻപിള്ള, വി ആർ സനിൽചന്ദ്രൻ, ശ്രീശൈലം ശിവൻപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു. മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവനത്തിനുള്ള മെഡൽ നേടിയ SI സി വേണുഗോപാൽ, എക്സൈസ് ഓഫീസർ ആർ ഗോകുൽ, വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയവർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.